അയ്യോ കേബിൾ കാറിനടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ ഞാൻ വീഴും. ഏത് മൂടാ നിന്നു എന്താ നിന്നു പോയി എന്നാ പറ്റിയെന്നറിയില്ല. നിന്നു ഇപ്പൊ തന്നെ എടുക്കും ഒറ്റയില് വന്നിട്ട് മഞ്ഞില്ലല്ലോ കാണിക്കണില്ലോട്ടോ, മഞ്ഞ് കാണിക്കണില്ലല്ലോ എന്ന് പറഞ്ഞ് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് മൊത്തം മഞ്ഞാണ് ഗൈസ്, ഫുൾ മഞ്ഞ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ റോമിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 100 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്കീ റിസോർട്ടിലാണ്. കാംബോ ഫെലീച്ചെ എന്ന് പറയുന്ന ഒരു സ്കീ റിസോർട്ടിലാണ്. അപ്പോൾ ഇത് പക്ക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്രൂസോ റീജിയനാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നല്ല ഹെവി സ്നോഫാളൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ കിതച്ച് ഇവിടെ മേളിലേക്ക് എത്തുമ്പോഴത്തേക്കില്ലേ ആൾട്ടിറ്റ്യൂഡ് ഭയങ്കര ഹൈ ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കിതച്ചൊരു പരിവാവും. ഒരാൾ അവിടെ പോയിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുക, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ആ കണ്ടീഷനായിട്ട് നിൽക്കണേ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നേരെ ഇവിടെയാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ വരുന്നതനുസരിച്ചിട്ട് വണ്ടി ഇവിടെ സൗകര്യം പോലെ പാർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഇവിടെ ആയിട്ട് ഈ കേബിൾ കാറിൻ്റെ 2 സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ കാണുന്നത് എനിക്ക് തോന്നുന്നത്, കാരണം നമുക്ക് വന്ന വണ്ടിയിൽ ചേട്ടൻ പറഞ്ഞത് സൈഡിലുള്ള കേബിൾ കാറാണ് ടൂറിസ്റ്റുകൾക്ക് ഉള്ളതെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു കേബിൾ കാറിൻ്റെ ഒരു സർവീസും കൂടെ കാണുന്നുണ്ട്. പക്ഷേ അത് സ്കീയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല. അപ്പോൾ ഞങ്ങളൊന്ന് പോയി അന്വേഷിക്കുക, അത് ചോദിച്ചു നോക്കാമെന്നുള്ള രീതിയിലേക്കാണ്. അപ്പം മേളിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ ഭയങ്കര സ്കീയിങ് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ മോനെ തണുപ്പെന്ന് പറഞ്ഞാൽ തീപ്പൊരി തണുപ്പാണ്. എൻ്റെ കൈയൊക്കെ സീനായി മൈറ്റത്, ഒന്നും പറയണ്ട. പ്രണവ് എന്താ അവസ്ഥ? തണുക്കണ്ട ബേബി? തണുപ്പാണോ? നമ്മൾ ഇവിടുത്തെ മറ്റേ കേബിൾ കാറിൻ്റെ സർവീസ് തപ്പി കൂടെ നടക്കുന്നുണ്ട്. മൊത്തം ഇവിടെ ഫുള്ള് ചെളിഞ്ഞ് കിടക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി നിങ്ങൾ വാഷ്റൂമിലോ കാര്യങ്ങളിൽ എന്തെങ്കിലും പോകാനുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ അതൊക്കെ കറക്റ്റായിട്ട് പ്ലാനൊക്കെ ഇട്ട് വരാൻ നോക്കുക. കാരണം ഇവിടുത്തെ വാഷ്റൂം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ദാരിദ്ര്യം പിടിച്ച വാഷ്റൂമും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലാൻഡായിട്ട് തന്നെ ഇരിക്കുന്നത്. അതുപോലെ ഷൂസ്, അതുപോലെ ബൂട്ട്, നല്ല എന്തെങ്കിലും ബൂട്ടോ കാര്യങ്ങൾ ഇട്ടിട്ട് വരാനൊന്ന് നോക്കുക. കാരണം ഇത് കണ്ടില്ലേ, ഇതാണ് കണ്ടീഷൻ നിലത്തൊക്കെ. ഇത്രയും എന്താ പറയുക, ഈ ഒരു അവസ്ഥയായിരിക്കും. ഐസ്ക്രീമോ ഉണ്ടല്ലേ, ഇതാണ് അവസ്ഥ. അപ്പോൾ നന്ന കാലും കാര്യങ്ങളൊന്നും അനയൊന്നും ചെയ്യാതിരിക്കണം എന്നാണെങ്കിൽ നല്ല ബൂട്ടും പരിപാടികളൊക്കെ ഇട്ടിട്ട് വരിക. ഇതെന്താ സംഭവം എന്നറിയോ? എന്ന് പറഞ്ഞാൽ അതേ അവിടെ നിന്ന് ഈ താഴത്തേക്ക് സ്കീ ചെയ്യാൻ പാടില്ലേ, അതിന് വേണ്ടിയിട്ട് പിന്നെ അത് ചുവന്ന് നടന്നു പോകാണ്ട് ഇതിൽ കയറി നിന്നിട്ട് മേളി വരച്ചല്ല, ആ മേളി ചെന്നിട്ട് അവിടെ നിന്ന് പിന്നെ അതേ ഇങ്ങോട്ടേക്ക് ഇറക്കാമല്ലേ, എന്നിട്ട് അവിടെ നിന്ന് സ്കീ വണ്ടി പോകണം, എന്നിട്ട് സ്കീ ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി വരും. അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണിത്. പയ്യെ തല്ലിക്കുട്ടിയൊക്കെ വീട്ടിൽ. അപ്പോൾ എനിവേ ഇതിൻ്റെ മേളിൽ കയറണം കൈസേ. തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കൈക്കൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. കൈ ഇവിടെ എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഇത് സ്കീ ചെയ്യുന്നതിൻ്റെ അങ്ങനെയാട്ടാ, സ്കീ ചെയ്തതിൻ്റെ മറ്റേ രജിസ്ട്രേഷൻ ചെയ്യണതോ അങ്ങനത്തെ സംഭവം തോന്നുന്നു. നമുക്കേതാ ബേബി അറിയോ? ടീം ബോർഡൊക്കെ വിട്ടിട്ടേക്കണം നോക്കി, അടിപൊളി. മുട്ടം തന്നെയല്ല കേട്ടോ, നോക്കി കിടന്നു ബേബി, സൂക്ഷിച്ച് കിടക്കണേ. മഞ്ഞ് സ്നോ വീണിട്ട് ചീഞ്ഞ് കിടക്കണുണ്ട് കേട്ടോ എൻ്റെ മോനെ. ഇവിടെ ആണെങ്കിൽ 3 കേബിൾ കാറിൻ്റെ സർവീസ് ഉണ്ട്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 കേബിൾ കാറിൻ്റെ സർവീസ് ഉണ്ടെന്ന്. അപ്പോൾ ഇത് ലാസ്റ്റത്തെ കേബിൾ കാറിൻ്റെ സർവീസാണ്. അത് ഇവിടെ ഇപ്പോൾ കാണുന്നില്ലേ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അത് ഈ കാണുന്ന കേബിൾ കാറിൻ്റെ സർവീസ് നമുക്ക് നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾക്ക് വലിയ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ മലയാളികൾ ഒത്തിരി മലയാളികളുണ്ട്. അപ്പം ഒരു ഗ്രൂപ്പായിട്ട് അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കേബിൾ കാറിൽ ആരൊക്കെ കയറാനായിട്ടിരിക്കുന്നത് അവരെല്ലാവരും ക്യൂ ആയിട്ട് നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കേബിൾ കാറിൻ്റെ ഇതിൽ കയറിയിട്ട് മേളിലായിട്ട് പോകാനായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും മലയാളികൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. കംപ്ലീറ്റ് ഈ ബില്ലത്തേരിയുടെ കൗണ്ടറിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഏരിയസ് മൊത്തം സ്നോ വീണ് കംപ്ലീറ്റ് ചീഞ്ഞ് കളിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കി കണ്ട് നോക്കിയില്ലെങ്കിൽ തല്ലിക്കൊട്ടി വീഴുകയും ചെയ്യും. ഇനി ബില്ലത്തി എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകാം.
സ്കീയിങ്ങിൻ്റെയും അതുപോലെ തന്നെ വേറെ കുറേ ആക്ടിവിറ്റീസിൻ്റെയും ഒക്കെ ഇതിൻ്റെ ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ട സർവീസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നോർമലായിട്ട് ഏത് സമയം വരെ ഓക്കെ, രാവിലെ 8:30 തൊട്ട് വൈകിട്ട് 4 മണി വരെയാണ് ഇവിടുത്തെ ഇതിൻ്റെ ടൈം. ഓക്കെ, അതുപോലെ തന്നെ ഒരാൾക്ക് എത്ര കറക്റ്റ് റേറ്റ് വരുന്നത്? ഒരാൾക്ക് എത്ര റേറ്റ് വരുന്നത്? കേബിൾ കാറിന് മാത്രം. അതേസമയത്ത് അതുപോലെ തന്നെ കേബിൾ കാറിന് ഒരാൾക്ക് 12 യൂറോ ആണ് വരുന്നത്. പക്ഷേ ഇവിടെ 12 യൂറോ എന്ന് മെൻഷൻ ചെയ്തിട്ട് ഒരിടത്തും കാണുന്നില്ല. ബില്ലേറ്റ് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ അവിടെ പോയിരുന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പാസ്. എവിടെ? ആ ഓക്കെ, എവിടെയായിരുന്നു എന്നാ ബേബി? ബേബി അല്ലല്ല, ഇത് നേരെ ഇവിടുന്ന് കയറിപ്പോ. ഇല്ല, ഇവിടുന്ന് നേരെ കയറിപ്പോന്ന് തോന്നുന്നു. ഇല്ല, അതിലിട്ടടി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇവിടെ ഈ സ്ക്വാഡ് ഇങ്ങനെ ഓക്കെ സെറ്റ് എടാ ഇങ്ങനെ കയറിപ്പോലെ. അപ്പോൾ നമ്മുടെ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. കളയില്ല അതെ. അപ്പോൾ എല്ലാവരും ഇവിടെ സ്കീയിങ്ങിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരും ഉണ്ടാ. ഈ സ്കീയിങ്ങിൻ്റെ ബൂട്ടൊക്കെ നോക്കി ഞാനിത് അവിടെയൊക്കെ സ്റ്റോപ്പാക്കിയിട്ട് പോകും. ഇല്ലടാ, അത് എവിടെ ചെന്നിട്ട് അവിടെ നിന്ന് മാറി കയറുമായിരിക്കൂടാ. അങ്ങനെ ആയിരിക്കും. എന്ത് വലിയ ബോട്ടൊക്കെ നോക്കി സംഭവം. ഇതും കൂടെ നമ്മുടെ സുനാപ്പി സുന താഴത്തെ posto. ഏത് മൂട്, എന്റെ മോനെ. അയ്യോ, കേബിൾ കാറിനടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ, ഏത് മൂടാ സീൻ. എന്താടാ സെറ്റ് സംഭവം. പൊളി സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേബിൾ കാർ എക്സ്പീരിയൻസ്. വേറെ ലെവല്. എന്താടാ ആ ഒന്ന് ചാടി പോരുന്നിട്ട് പോയതാണ്. ഫോൺ ചാടിയാ പോയതാട്ടോ. എന്റെ മോനെ, നമ്മള് ആദ്യമായിട്ട് കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇപ്പൊ കേബിൾ കാറിലാണ് പോയിക്കൊണ്ടിരിക്കണേ. ഓ, എന്തൊക്കെയൊക്കെ വിറക്കണുണ്ട്. താഴ്ത്തിട്ട് നോക്കിയാ എന്റെ മോനെ മൂട്ട്. ഈ കൂടുതൽ ഡ്രോൺ കൂടെ പറപ്പിച്ചു വിട്ടാലോ? ഇല്ലില്ല, എന്തെങ്കിലും ചാടിപ്പോയി കഴിഞ്ഞാൽ പോയതാണേ. അടിപൊളി. ഏത് മൂട്? ഗ്ലൗസ് ഇട്ടോട്ടാ, കൈ സീനാവുണ്ട് ഓൾറെഡി. സെറ്റ് സംഭവം, വേറെ മൂടാണ് ഇത്. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ. നമ്മള് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ കേബിൾ കാറൊക്കെ വന്ന് കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഇതിൽ മേളിൽ നമ്മൾ ഇങ്ങനെ എടുത്ത് പോകണം എന്നുള്ളതുള്ളൂ കേട്ടോ. താഴ്ത്തിട്ട് നോക്കിയേ. ആ സ്കീയിങ് വേറെ മൂടായിരിക്കും. അപ്പോൾ പിന്നെ ഏത് മൂട് സെറ്റ് സാധനം. ആ ഈ പ്രാവശ്യം മഞ്ഞ് കമ്പാരിറ്റീവ്ലി സ്നോ കുറവാണ് ശരിക്കും പറഞ്ഞത്. ഏതില്ല, ഇതിൽ തൂങ്ങി പോണല്ലേ. ആ അല്ല അതല്ലേ, അതാണ് ശരിക്കും. ശരി അത് വേണം എന്തായാലും. ശരിയാട്ടാ, അതാണ് ആ ഒരു. പക്ഷെ അത് കുറേ ഉണ്ടോ നമ്മൾ കാണുന്ന പോലെയല്ല. ഇപ്പം നമ്മൾ എന്തോരം ഡിസ്റ്റൻസ് ശരിക്കും കവർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? നമുക്ക് മനസ്സിലാവാത്ത അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെ എൻ്റെ മോനെ, ഏത് മൂടാ നോക്കിയേ, ആലോചിച്ച് നോക്കി. മൂട്ട് എത്ര ഹൈറ്റിലായിട്ടാണ് അവിടെ നോക്കി. ഇപ്പം നമ്മൾ വന്ന സ്ഥലം നോക്കി. ബാക്കിൽ നിന്ന് നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് കവർ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. കുഴപ്പമൊന്നുമില്ല.
മൂന്ന് പേര് വെച്ചിട്ടാണ് കേട്ടോ ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. 4 പേരായിട്ട് കയറുന്നത് വളരെ ചുരുക്കമാണ് കണ്ടത്. പിള്ളേരൊക്കെ ആണെങ്കിലോ അതെ തന്നെ, ചെറിയ പിള്ളേരൊക്കെ ആണെന്നാണെങ്കിലും അവിടെയൊക്കെ സ്കീയിങ്ങാണ്, സ്കീയിങ്ങും സംഭവങ്ങളൊക്കെയാണ്. വെള്ള എടാ, ഇത് മറ്റേ ഫ്രഷ് വാട്ടർ അവർ സേവ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഷോപ്പിലായിട്ടും അതിനായിട്ടൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നത്. അടിപൊളി. കാരണം എന്താ പറ്റിയെന്നറിയാൻ നിന്നുപോയി, എന്നാ പറ്റിയെന്നറിയില്ല, നിന്നു. ഇപ്പൊ തന്നെ എടുക്കും കണ്ടവർക്ക്. അയ്യോ, അത് വേറെ ഫീൽ ആയിപ്പോ കേട്ടോ. സെറ്റ്. നമ്മുടെ കേബിൾ കാർ ഇവിടെ സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുക. എന്താ സംഭവം എന്ന് അറിയത്തില്ല. കണ്ടോ, അതെ നമ്മുടെ ഓപ്പോസിറ്റുള്ള അത് നോക്കി അവിടെയൊക്കെ വണ്ടി മൂവി തുടങ്ങി. എന്താ അങ്ങനത്തെ കേബിൾ കാറിലാ അതുപോലത്തേലാണോ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് പിന്നെ എടുക്കാന്നോ കേട്ടോ. ഒറ്റ സിംഗിൾ പാസ് ആയിരിക്കും ഇവിടെ ചിലപ്പോ. അവന് ഇത്ര വലിയ കേബിൾ കാറിലല്ല, 2 പേർക്ക് കാട്ടിട്ട് മൂവി തുടങ്ങി. അതിൻ്റെ ഇടയിൽ വന്നിട്ടൊന്ന് സ്റ്റോപ്പായിരുന്നു. കൂടുതൽ സ്കീയിങ് ചെയ്യുന്ന പിള്ളേരാണ് കേട്ടോ പോണേ ശരിക്കും പറഞ്ഞ. പിന്നെ നിന്നു അതാണ് ഇതിങ്ങനെ ബാലൻസ് ചെയ്യാൻ തീരുന്ന ഷോക്കാണ്. അതന്നെ, ബാക്കിലേക്ക് മലന്നു പോയത്. പിന്നെ വീഡിയോ അത് പോട്ടെ, അന്നേരം മതി. ഓടി വായോ. അയ്യോ, അല്ല ഈ പേടിച്ചിരിക്കുന്നു. ഏത് മൂട്. ആ സൈഡിലായിട്ടാണ് ഒന്ന് പൊക്കണം മേളിലേക്ക്. സ്റ്റോപ്പായിട്ട് വേണം. ഇവിടെ സ്റ്റോപ്പ് ആവാണോ അത് ഇവിടുന്ന് മേളിലോട്ടുണ്ടോ? ഇവിടെ സ്റ്റോപ്പ് ആവാം അല്ലേ? അവിടെ ഉണ്ടല്ലോടാ കേബിൾ കാർ സർവീസ്. അവിടെയുണ്ട്. ഇത് 1, 2 ഒന്നും അല്ല അവിടെ. എന്റെ പൊന്നോ, സർക്കസ് ഗെയിമാണ്. എന്റെ മോനെ, ഇതാണ് മക്കളെ കമ്പോ ഫിലീച്ച്. ഏത് മൂഡ്. അങ്ങനെ നമ്മൾ മേളിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ നേരെ കേബിൾ കാർ ഇറങ്ങിക്കണ്ടില്ല. അതേ അവിടെയാണ് നമ്മുടെ കേബിൾ കാർ വന്ന് ഇറങ്ങണേട്ടോ. അവിടെ വന്ന് ഇറങ്ങി നമ്മളിതേ കുറച്ച് ഇപ്പോഴത്തേക്ക് നടന്ന് മാറിയേക്കണേ. പ്രണവാ എവിടെ ഡാ അവിടെ തെന്നി വീഴും കേട്ടോ. തെന്നല്ലേ കാരണം ഇവിടെ തെന്നാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാട്ടോ. വീഴട്ടെ സീനാണ്. തെന്നാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ കുറച്ച് ഗ്രിപ്പുള്ള ബൂട്ടോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടിട്ട് മാത്രമേ നിങ്ങൾ ഇങ്ങോട്ട് വരാവുള്ളൂ. ഇതിൽ 8ന്റെ പണി കിട്ടും. തല്ലിയടിച്ച് വീഴും. 100% ഉറപ്പാണ്. നമുക്കപ്പോൾ ഇതിന് മുകളിലായിട്ട് പടച്ചെങ്കിലും കയറില്ല. അവിടെ പോയി അതിന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കണം. പ്രണവേ തിരിച്ചിറങ്ങണ കാര്യമാണല്ലോ സീൻ. കയറിയിട്ട് എങ്ങനെ ഇറങ്ങും? അവിടത്തൊക്കെ വന്നെ നോക്കി ഇറങ്ങി വന്നെ നോക്കി. ഏത് പോട് എവിടെയാ?
ആ അപ്പം ഞാൻ ചെറിയായിട്ട് ഞാനിതുപോലെ തുളച്ചിട്ട് ഇങ്ങനെ ദിവ്യ മരത്തിൻ്റെ കമ്പിട്ട് കയറി പിടിച്ചോ. ഇങ്ങനെ സീനാണ്, ഡേഞ്ചർ സീനാണ്. ഇങ്ങനെ മേടം മേലോട്ട് പടച്ച് കയറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കയറുക? ാണ് ഇതിൻ്റെ ഇടയ്ക്കടെ കയറിപ്പോന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഫുള്ള് ഗ്രിപ്പില്ലാണ്ട് തിന്നിക്കൊണ്ടിരിക്കണ ഗെയിമാണ്. ഇതിൻ്റെ ഇടയ്ക്കടെ വേണം നമുക്ക് അവിടെ കയറിപ്പോ. ഈ മരത്തിൽ ഒരു പിടുത്തം കിട്ടുമെന്ന് നോക്കട്ടെ. കാരണം ഇവിടുന്ന് മേളിൽ നിന്ന് തെന്നി വീണ് കഴിഞ്ഞാൽ പിന്നെ നിപ്പ് താഴെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കടെ അയ്യോ സീനാണ്. എൻ്റെ മോനെ നമ്മൾ അവിടെ നിന്ന് കയറി ഇവിടം വരെ എത്തി. ഇനിയും കയറണം മുകളിലേക്ക്. ആ ഏത് മൂട് പിന്നല്ലാന്ന്. ചെറിയ ചെറിയ ഗ്യാപ്പ് കുഴികൾ പോലെ കാണുന്ന ഈ ഗ്യാപ്പിക്കടെ ചവിട്ടി പോകണമായിരിക്കും ഏറ്റവും സേഫ്. കാരണം ഇല്ലെങ്കിൽ ഒറ്റ പോക്കായിരിക്കും സ്ലിപ്പായിട്ട്. എടി പ്രണവ് എപ്പോഴും താഴെയാ. ബോ ദേ ഇരിക്കണം. ഡാ ക്രോക്സ് ഇട്ടേക്കണേ, അവൻ തെന്നൂന്ന് ഓർത്തിട്ടായിരിക്കും. അയ്യോ അപ്പോൾ ഇറ്റലിയിൽ വന്നിട്ട് മഞ്ഞില്ലല്ലോ കാണിക്കണില്ല കേട്ടോ, മഞ്ഞ് കാണിക്കണില്ലല്ലോ എന്ന് പറഞ്ഞ് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് മൊത്തം മഞ്ഞാണ് ഗൈസ്, ഫുൾ മഞ്ഞ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ റോമിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 100 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്കീ റിസോർട്ടിലാണ്. കാമ്പോ ഫെലീച്ചെ എന്ന് പറയുന്ന ഒരു സ്കീ റിസോർട്ടിലാണ്. അപ്പോൾ ഇത് പക്ക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്രൂസോ റീജിയനാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നല്ല ഹെവി സ്നോഫാളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈ പ്രാവശ്യം സ്നോ ശരിക്കും കുറവാണ്. നമുക്ക് റോമിലാണല്ലോ സ്നോ ഇല്ലാത്തത്. അപ്പോൾ എൻ്റെ മോനെ ഇതിൻ്റെ ഇടയിൽ കയറി ഇത് നടക്കുന്ന സീനാണ് കണ്ട. ഇതിൻ്റെ മോനെ അപ്പോൾ ഞങ്ങളിത് ഇങ്ങോട്ടേക്ക് കേബിൾ കാറൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്ന് എത്തിപ്പെട്ടത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പിടച്ച് മുകളിലോട്ടൊക്കെ കയറുക, എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കാണാമെന്നുള്ള രീതിയിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്കടെ പടച്ച് കയറി മുകളിൽ വരെ എത്തി. അയ്യോ ഓ സ്നോയുടെയൊക്കെ സ്നോ നമ്മൾ വിചാരിക്കണുണ്ടോ കാല് നേരെ എൻ്റെ ഈ ചവിട്ടുമ്പോൾ താന്നോന്നുണ്ടല്ലേ. പക്ഷേ അപ്പുറത്തെ സൈഡൊന്നും അങ്ങനെയല്ല. അപ്പുറത്തെ സൈഡൊക്കെ പക്ക ഐസായിട്ട് ഫ്രീസായിട്ട് കിടക്കുന്ന കണ്ടീഷനാണ്. അവിടെ അത്രയും ഇതില്ല. പക്ഷേ ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഇത് നല്ല എനിക്ക് തോന്നുന്നു നല്ല പൊക്കത്തിൽ സ്നോ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് താഴ്ത്തിട്ട് ഇങ്ങനെ പോണേ. അപ്പോൾ എലീസ മുമ്പിൽ പോണേ, പൊട്ടിച്ച് പോകണ്ട്. എൻ്റെ മോനെ ഏത് മൂഡ് സെറ്റ് സാധനം. ഞാൻ ശരിക്കും ഇറ്റലിയിൽ വന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ സ്നോ കാണണേ. അങ്ങനെ എത്തി. നമുക്ക് മേളിലോട്ട് അങ്ങോട്ട് കയറി പോകണോ? എന്നെ ചെയ്യണേ? വീടല്ലേ എവിടെ? അയ്യോ അയ്യോ
ഈ ഭാഗത്തൊക്കെ നല്ല പൊക്കത്തിൽ സ്നോ ഉണ്ടേ. ഈ ഏരിയയിലൊക്കെ ഇല്ലേ. അയ്യോ ശരിക്കും പറഞ്ഞാൽ കിതച്ച് ഇവിടെ മേലേക്ക് എത്തുമ്പോഴത്തേക്കില്ലേ ആൾട്ടിറ്റ്യൂഡ് ഭയങ്കര ഹൈ ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കിതച്ചൊരു പരിവാവും. എൻ്റെ അമ്മ ബേബി ഒരാൾ അവിടെ പോയിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുക. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ആ കണ്ടീഷനായിട്ട് നിൽക്കണേ. അയ്യോ എൻ്റെ പൊറ്റേ എൻ്റെ കാല് കുഴിഞ്ഞകത്ത് പോയി കൈസേ. എൻ്റെ മോനെ സീൻ. അയ്യോ സീനായി. ഓ സീനാ. എൻ്റെ മോനെ കാരണം ഇത് ചില ഏരിയയിൽ നല്ല കട്ടി കനത്തിൽ സ്നോ ഉണ്ട്. കിതച്ചിട്ടേ എനിക്ക് സംസാരിക്കാൻ പറ്റണല്ല. ഇത്രയും ആൾട്ടിറ്റ്യൂഡ് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ബ്രീത്ത് ചെയ്യാൻ പറ്റണല്ലോ. എൻ്റെ അമ്മ ഞാൻ എന്നാ ചെയ്യണമെന്ന് അറിയാം. അതുകൊണ്ട് ഞാനിതുപോലെ ഓരോ സ്ഥലത്ത് തണുപ്പില്ല ഇതുപോലെ ഇരിക്കണം. കുഴിച്ച് കയറി ചെന്നാൽ മതി. അയ്യോ എൻ്റെ മോനെ അയ്യോ അമ്മോ. അങ്ങനെ ഇവിടെ എത്തി ഗൈസ്. ഇതാണ് മഞ്ഞിലോകം. എൻ്റെ മോനെ ഞങ്ങള് നടന്ന് ഇവിടെയൊക്കെ നല്ല കട്ടിയുള്ള സ്നോ. ഈ ഭാഗത്തൊക്കെ സൂക്ഷിച്ച് നടക്കണം കഴിച്ചു, ഇല്ലെങ്കിൽ പണി എപ്പോൾ കിട്ടിയത് താഴത്തേക്ക് പോകും. അയ്യോ ഇവിടെ ഇവിടെ കണ്ടില്ല ചെറിയൊരു പോർഷൻ ഇതുപോലെ മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കണേ. അയ്യോ ഏത് മൂഡ് വേണമേ. ഇതെവിടെ ഉണ്ട് വാ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോവാം. ഉള്ളിൽ കൂടെയൊക്കെ നടന്നു പോകണം ഗൈസ്. പക്ഷെ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ, ഒന്നും പറയാനില്ല. എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഞങ്ങളിത് ഇതിൻ്റെ ഇടയിലുള്ള ചെറിയൊരു സ്പോട്ടിൻ്റെ കുറച്ച് മരങ്ങൾ ഇതൊക്കെ സ്നോ ഇല്ലാത്ത കുറച്ചൊരു ഏരിയ കൂടെ കയറി വട്ടം പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എടാ ഇവിടെ നിന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്യാവേ. അവിടെ താഴത്ത് മറ്റേ സ്കീയിങ് ചെയ്യുന്നത് കാണാൻ പറ്റും കേട്ടോ ഗൈസ്. ഏത് മൂഡ് പൊളി. ഞങ്ങൾ അവിടെ താഴത്ത് ഞങ്ങൾ പാസ് ചെയ്തോട്ടെ. പിന്നെ നൈസല്ലേ. പിന്നെ ഏത് മൂഡ്. ഇത് കിടിലം വീഡിയോ എടുക്കാം എന്തായാലും. ഞങ്ങൾ ഡ്രോണൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് നേരെ നമ്മൾ ആ ഒരു സ്പോട്ടിൽ പോയിട്ട് അവിടെ നിന്നിട്ട് ഫ്ലൈ ചെയ്യാൻ ഓർത്തു. എവിടെ ഇവിടേക്കാ അവിടേക്കാ അവിടെ പയ്യെ പോട്ടോ. പിയാനോ ഏത് മൂഡ്. ഇവിടേക്കാ അല്ലേ സെറ്റ്.
ഇവിടുത്തെ ഓരോ ഹൈക്കിംഗ് ട്രെയിലുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കയറി വന്ന ആ സ്ഥലത്ത് നിന്ന് നടന്നത് ഈ ട്രെയിലിൽ ഇങ്ങോട്ട് വന്നത് ഇവിടെ നിൽക്കുവാണ്. ഇവിടെ ഒരു കിടിലം വ്യൂ ആണ് ഇവിടെ. ശരിക്കും ഒരു ക്ലിഫ് പോലെ താഴത്തേക്ക് ഇങ്ങനെ കിടക്കുക. ബാക്കി അവിടെ നിന്ന് പിള്ളേർ ഈ പറഞ്ഞ ഇവിടുന്ന് ആളുകൾ കയറി പോയിട്ട് സ്കീ ബോർഡിൽ സ്കീ ചെയ്ത് വരുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെ കുറേ കിടിലൻ ഡ്രോൺ ഷോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ വയ്യ ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഈ നടക്കണ വഴിയിൽ ഈ ട്രെയിനിലേക്കിടെ കുറേ ചെറിയ പഴങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലത്തെ കുഞ്ഞ് പഴങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇതുപോലത്തെ കുറേ പഴമുണ്ട് കേട്ടോ ഈ ട്രെയിനിൽ. ഈ ഹൈക്ക് ചെയ്യണ ഈ ട്രെയിലിൽ ഞങ്ങൾ ഇവിടെ നിന്ന് നടന്നു വന്നപ്പോൾ ഇത് കണ്ടതാണ് ഇതുപോലത്തെ കുറേ പഴങ്ങൾ. അത് മാത്രമല്ല ഒരു ബ്ലാക്ക് കളർ പഴമുണ്ട്. ഇത് ഒരെണ്ണം അത് റെഡ് കളറിലുള്ളവരുണ്ട്. നല്ല വേറെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് അതെ ഈ ഒരു പ്ലാന്റ് ഉണ്ടോ. ഈ ഒരു പ്ലാന്റിൽ ഇത് എന്ത് സീഡാണ് സാധനമാണെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു ഇതിൽ ഉണ്ടായിരിക്കുന്ന എന്തായാലും അടിപൊളി. അപ്പോൾ ഇനി ഇവിടുന്ന് പയ്യെ വിടുവാണ് ഗൈസ്. പോകാൻ തോന്നല്ലേ, നൈസ് സ്പോട്ടല്ലേ. ഇവിടുന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മഞ്ഞില്ലാത്ത ഏരിയയിലിരിക്കണത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു മിനിറ്റ്. അപ്പോൾ ഇനി മഞ്ഞുള്ള സ്പീഡിലായിട്ട് പോകാൻ പോണേ. ഏത് മൂട് എൻ്റെ ഫോനെ പുറകിലത്തെ വ്യൂ ഉണ്ടോ, കിട്ടില്ല വൈബ്. പക്ഷേ നമ്മൾ ഈ ഒരു സ്പോട്ടിങ്ങിലൊക്കെ നടക്കുമ്പോൾ കുറേ ശരിക്കും സേഫായിട്ട് തന്നെ നടക്കാൻ വേണ്ടി നോക്കണം. കാരണം ഭയങ്കര സ്റ്റീപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തല്ലിക്കുട്ടി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മരവും മുതും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ തണുത്തിരിക്കുകയും കൂടെ ആയതുകൊണ്ട് ഈ ലോഗിലൊക്കെ കൊണ്ട് മുട്ടോ തട്ടുകയും ചെയ്താൽ നേരെ കുത്തി കയറും അകത്തേക്ക്. അപ്പം നല്ല വലിയ ഇഞ്ചുറിയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പോട്ടിൽ നടക്കുമ്പോൾ പരമാവധി ബൂട്ട് ഇടുക. അതുപോലെ തന്നെ നടക്കുമ്പോൾ കുറച്ച് സേഫായിട്ട് തന്നെ നടക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇവിടുന്ന് ഗൈസ് ഇറങ്ങണേന്ന് തോന്നുന്നു. അപ്പം നമ്മളും പയ്യെ ഇവിടുന്ന് മൂവ് ചെയ്ത് നടക്കണേയാണ്. എന്ത് ബ്യൂട്ടിഫുള്ളാണ് ഈ ട്രെയിലൊക്കെ. എനിക്കാണെങ്കിൽ ചുമയൊക്കെ പിടിച്ച സീനായി. ഓൾറെഡി പനിയുണ്ടായിരുന്നു എന്നൊക്കെ. പിന്നെ ഈ ഒരു ട്രിപ്പ് മിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രം, ഈ മഞ്ഞും മിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പിടിച്ച് വന്നത്. ഏത് വൈബ്, നേച്ചർ എന്താ. ഫീയല്ലേ പ്രണവേ, കാട്ടുമൂപ്പനാണോ? ഇയാളാണ് കാട്ടുമൂപ്പൻ. അത് തന്നെ കുത്തിപ്പിടിച്ച് നടക്കണേ. അതെ അലി സീന. ഏത് വഴി? അതുവഴിയോ? ആ പുള്ളി പോണ വഴിയാണോ? ആ കുത്തനെ ഇറങ്ങണത് ആദ്യം നമ്മൾ കണ്ടേ. നോക്കാം നമുക്ക്. ആ പോവാ, കണ്ട്. സീനാണ് ഗൈസ്, വൻ സീൻ. വലിയ സൂക്ഷിച്ചു പോട്ടാ. സ്നോ കാണാനുള്ള ഭംഗിയുള്ളൂ, പക്ഷേ സ്നോ അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. സീ തെന്നി തട്ടി വീഴുമേ. നമ്മൾ താഴത്തേക്ക് എത്തി ഗൈസ്. താഴത്തേക്ക് എത്തിയിട്ടില്ല, ഇനി താഴത്തേക്ക് ഇറങ്ങണം. ഇതുവഴി ഇറങ്ങിപ്പോണേ. ഡേഞ്ചറാ സീനാണ്. നമ്മൾ വിചാരിക്കണമല്ലേ നമുക്ക് ഈ കാണാനുള്ള ഭംഗി ഇതും കാര്യമൊക്കെ രസം തന്നെയാണ്. പക്ഷേ ഇത് കണ്ടില്ലേ, ഓരോരുത്തരൊക്കെ പ്രണവൊക്കെ വന്നു നോക്കി സീനായിട്ട്. കാരണം ഇവിടുന്ന് തെന്നി താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴെ കിടക്കും. ആ അധികം ഇറങ്ങാല്ലേ? ഇല്ലില്ല. ഇല്ലില്ല. പുല്ലിക്കടയാ? ശരി, അതിൽ പോട്ടാ. ശരി, ആ സേഫ്. നമുക്ക് അവിടെ പക്ഷെ പോയി നിന്നിട്ട് ഡ്രോണൊന്ന് ഫ്ലൈ ചെയ്യണോ? അവിടെ നിന്നിട്ട് ബേബി അവിടെ പോയി ഒരു ഡ്രോൺ ഷോട്ട് കൂടെ എടുത്തിട്ട് നമുക്ക് പോവാം. അയ്യോ, മഞ്ഞിൻ്റെ ഒരു ഇത് നോക്കിയേ. എടാ പ്രണവേ വാ. ആ അടിപൊളി. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഒരു ഷോട്ടും കൂടെ എടുക്കാന്നുള്ള പ്ലാനില്ല.
ആ എടാ എടാ സൂക്ഷിച്ചു വാ. നമ്മളിവിടെ കാണാൻ കഴിയുമ്പോഴത്തെ തമിഴരാണോ എന്താ ആരാണെന്ന് അറിയത്തില്ല. പാട്ടൊക്കെ പാടി ഭയങ്കര ഒച്ചപ്പാട് താഴെ കിടന്നത്. ഇതൊക്കെയാണ് കാണിക്കുന്നത്. തിങ്കളാഴ്ചകളാണ് തോന്നുന്നു അല്ലേ? താഴെ ഭയങ്കര അലമ്പ്. അയ്യോ, നമുക്ക് മുകളിലോട്ട് കയറാനായിട്ട് രസത്തിൽ കയറി പോകും, പക്ഷെ താഴത്തേക്ക് ഇറങ്ങലാണ് ഡേഞ്ചർ. അത് തന്നെ, ഏതൊരു അടിക്ക് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വിട പറയുകയാണ് ഗൈസ്. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ കേബിൾ കാർ എടുത്ത് താഴത്ത്. ഇതാണ് കേബിൾ കാർ സ്റ്റേഷൻ. ഈ താഴെ കാണുന്നത്. ആ ഇല്ല, പയ്യെ പോ. ഇവിടുന്ന് കട്ട സ്റ്റീപ്പാണ്. കയ്യൊക്കെ മരച്ചൊരു പരിപാടി ഗൈസ്. എൻ്റെ കയ്യൊക്കെ പൊട്ടൊക്കെയായി മാറ്റി. കണ്ട പൊള്ളി ഫുള്ള്. കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് ഗ്ലൗ ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ചുമയും പിടിച്ച് ആകെ സീനായി, ഒന്നും പറയണ്ട. അങ്ങനെ നമ്മൾ താഴെ എത്തി കേട്ടോ. നിങ്ങൾ നോക്കി എന്തോരം പേര് ഇങ്ങനെ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലത്തേക്കൂടെ ഇറങ്ങി നിന്നത്. ഇതുപോലുള്ള ടെറൈനാണ്. അപ്പോൾ ഇതിനകത്ത് മഞ്ഞുകട വീട് കിടന്നിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ ആയിരിക്കും. എന്നിട്ട് മേളിൽ നിന്ന് നമ്മൾ സമയം എടുത്ത് കുറച്ച് 20 മിനിറ്റ് എടുത്ത് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ മൂക്കും വായും എല്ലാം അടഞ്ഞ് ഏറ്റവും പൊള്ളി, ഒരു രക്ഷയില്ല. കൈയൊക്കെ മൊത്തം പൊള്ളിയിരിക്കണേ. എൻ്റെ പൊന്നെ. എന്തോ ഇങ്ങോട്ട് പറഞ്ഞു ശരി. നമ്മൾ തിരിച്ച് Cosa si dice? Vai avanti, anche tu, vai più avanti. Ok. E così dritto. Sono arrivato qua, ferma. E potete andare. അതിൻ്റെ കൂടെ നടന്നങ്ങ് പോയിരിക്കണം. 3. Come sono già qui? കറക്റ്റായിട്ടിരിക്കണേ. അപ്പുറത്തപ്പുറം നീ ആദ്യത്തെ കറക്റ്റ് ഇരുന്ന് അതുപോലെ അടിപൊളി സെറ്റ്. അങ്ങനെ നമ്മൾ തിരിച്ച് ഈ പറഞ്ഞ കമ്പോ ഫെലീച്ച എന്ന് പറഞ്ഞ സ്ഥലത്തോട് വിട പറയുകയാണ് ഗൈസ്. എൻ്റെ പൊന്നെ, അങ്ങനെ കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്തത്.